ഇറാൻ കത്തുകയാണ്, ആളിക്കത്തുകയാണ്. ഇസ്രായേൽ കനത്ത അടിയാണ് ഇറാനിൽ കൊടുത്തിരിക്കുന്നത്. ടെഹ്റാൻ അടക്കം കത്തിക്കുകയാണ്. ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, വ്യോമപാതകൾ അടച്ചു. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഇറാനിലെ അവസ്ഥ. ഖമനേയി ഓടി എന്നാണ് കേൾക്കുന്നത്. ഖമനേയിയുടെ ഓഫീസ് ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉള്ള ഒരു നീക്കമല്ല ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ കൃത്യമായി നീക്കങ്ങൾ നടത്തി കൃത്യമായാണ് അടിച്ചിരിക്കുന്നത്. ഇറാനിൽ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു? അവിടെ മിഡിൽ ഈസ്റ്റ് കത്തും, അതിന് സംശയമൊന്നുമില്ല. ഇറാൻ എല്ലാ രീതിയിലും ഗ്രൗണ്ട് ഒരുക്കിയാണ് ഇപ്രാവശ്യം ആക്രമിച്ചിരിക്കുന്നതാണ് പ്രാഥമികമായിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. ഇസ്രായേൽ ഗ്രൗണ്ട് ഒരുക്കിയാണ് ആക്രമിച്ചിരിക്കുന്നതെന്ന് പ്രാഥമികമായിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ മേഖല, ടെലിഫോൺ വിളിച്ചാൽ ഇനിയും കിട്ടത്തില്ല. നെറ്റ് സംവിധാനം, അതായത് അവിടെ രാജ്യത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെടാനോ ഏത് അവസരത്തിലും യുദ്ധം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്ത് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിലും നെറ്റ് സംവിധാനം വേണമല്ലോ, അതെല്ലാം തകർത്തിരിക്കുകയാണ്. അതായത് ഖമേനിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളത് തകർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട പലയിടത്തും ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നു. തലസ്ഥാനം കത്തിച്ചിരിക്കുന്നു. ആയുധപ്പുരകളും മിസൈൽ പുരകളും കത്തിച്ചിരിക്കുന്നു. ഇതായത് ഏതാണ്ട് തുടക്കമാണെങ്കിലും ഇറാന് ചലിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആദ്യം അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നോക്കിയിരുന്ന് തീരുമാനമെടുത്ത് തകർത്തിരിക്കുന്നു എന്ന് വേണം പറയാം. ഇത് വളരെ കാലം കൊണ്ട് യുദ്ധം 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 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടക്കുന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു യുദ്ധം. അതിൻ്റെ അല്ലെങ്കിൽ അവസാനഘട്ട ചർച്ചയായിരിക്കും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ, ആഴ്ചകൾക്ക് മുമ്പ് ഈ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നടത്തിയ ചർച്ച. അതായത് ഒരുക്കങ്ങൾ, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റിനെ ധരിപ്പിച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത ദിവസം തിങ്കളാഴ്ച അമേരിക്കയിൽ നിന്ന് ഉള്ള ദൂതൻ അല്ലെങ്കിൽ ഇസ്രായേൽ എത്തുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഡെവലപ്മെന്റ്സ്, കപ്പലുകൾ യുദ്ധത്തിന് സജ്ജമായിട്ട് ഏറ്റവും ഇറാനുമായിട്ട് അടുപ്പിക്കുന്നു അമേരിക്ക. അതുപോലെ തന്നെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളിൽ നിന്ന് 30 കൊല്ലമായിട്ട് സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതായത് ഫൈറ്റർ ജെറ്റുകൾ F-22 പോലെയുള്ള മാരകമായിട്ടുള്ള അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ, അമേരിക്കൻ ടാങ്കർ ജെറ്റുകൾ ഒക്കെ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് താവളം അല്ലെങ്കിൽ ശേഖരിച്ചിരിക്കുന്നു, ഇസ്രായേൽ മണ്ണിൽ ഇറക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ. ഇത് അമേരിക്കൻ വ്യോമത്താവളങ്ങളിൽ ഹോൾഡ് ചെയ്യാറാണ് പതിവ്, അവിടെ നിന്ന് പറന്ന് പൊങ്ങാറാണ് പതിവ്, അവിടെ നിന്ന് യുദ്ധം നടത്താറാണ് പതിവ്. പക്ഷേ 30 കൊല്ലത്തിനപ്പുറം ഈ പറയുന്നത് പോലെ ഇന്നലെ ഇത് സംഭവിക്കുമ്പോൾ ലോകത്തിനെല്ലാം അറിയാമായിരുന്നു യുദ്ധമുണ്ടാകും. അതിനകത്ത് ഇസ്രായേൽ ഏറ്റവും അവസാനത്തെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ടാങ്കർ വിമാനങ്ങൾ, ഒരുപക്ഷെ അമേരിക്കയുടേത് അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ, ഏറ്റവും ഈ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറയുന്ന ജെറ്റുകൾ F-22 ഉൾപ്പെടെയുള്ളത് ഈ ഇസ്രായേൽ മണ്ണിലേക്ക് എത്തിക്കുന്നു. 30 കൊല്ലമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അവരുടെ വ്യോമത്താവളങ്ങളിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇറാനെ അടിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ തിരിച്ചടിക്കുന്ന അവസരത്തിൽ യുദ്ധം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഇറാൻ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആയിരിക്കും. മറ്റ് പലയിടത്തും GCC രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും വ്യോമത്താവളങ്ങൾ ഇറാനെ അടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്ന് അമേരിക്കയോട് താക്കീത് കൊടുത്തിരിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്യുമ്പോൾ അവിടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നും മാത്രം ഈ പറയുന്ന യുദ്ധം എത്ര നീണ്ടുപോയാലും ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇതിനകത്ത് വേറെ വലിയൊരു ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ യുദ്ധം തീരുമാനിച്ചിരുന്നു ഇസ്രായേൽ, പക്ഷേ യുദ്ധം ഇത്രയും താമസിച്ചത് ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഡേറ്റ് തീരുമാനിച്ചിരുന്നു. അദ്ദേഹം അവിടെ വന്നിട്ട് പോകട്ടെ, അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഇടയ്ക്ക് ഒരു യുദ്ധം പാടില്ല, അതിനുശേഷം മാത്രം യുദ്ധം മതി എന്ന് അമേരിക്ക പറഞ്ഞെടുത്ത് പോലും ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ഇസ്രായേൽ ഇത്രയും വലിയൊരു തുടക്കം മിഡിൽ ഈസ്റ്റിൽ ഈ അവസരത്തിൽ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം, സംഘർഷാവസ്ഥ അല്ലെങ്കിൽ പല രീതിയിൽ പറയുന്നത് പോലെ ലോകത്തെ ബാധിക്കുന്ന രീതിയിലേക്കൊരു യുദ്ധം, മൂന്നാം ലോകം അത് മഹായുദ്ധത്തിലേക്ക് പോലും നയിക്കാവുന്ന ഒരു യുദ്ധം, ആ യുദ്ധത്തിന് കാരണക്കാരനായിട്ട്
ഇരിക്കുമോ, അല്ലെങ്കിൽ പലരും ചർച്ച വരാം. ഇദ്ദേഹം ചെന്നു, അതിനുശേഷം യുദ്ധം തുടങ്ങും. ഇതുവരെ ഇല്ലായിരുന്നു യുദ്ധം. അപ്പം ഈ യുദ്ധത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടോ? യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് നെതന്യാഹു ചർച്ച ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വരവ് ഇസ്രായേലിന് ഒരു വലിയ ബലം നൽകുന്നുണ്ടോ? നാളെ കാലത്ത് ഇസ്രായേലിന് എന്തെങ്കിലുമൊക്കെ യുദ്ധത്തിനകത്ത് സഹായം ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഇസ്രായേലിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ, ഇസ്രായേലിനെ സഹായിക്കേണ്ട അവസ്ഥയിൽ എപ്പോഴും ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഈ പറഞ്ഞ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അറിയാം. കാരണം ഇന്ത്യ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഇപ്പം സമ്പന്നമായിട്ടുണ്ടായ ബന്ധമൊന്നുള്ള വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധമാണ്. ഇന്ത്യക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുന്നതിന് ആദ്യ തൊട്ട് അവസാനം വരെ നിന്നു കൊടുത്തു. സിന്ധുവിന് ഉൾപ്പെടെയുള്ള സമയത്ത് പോലും ഇസ്രായേലിൻ്റെ ബന്ധമുണ്ടായിരുന്നു. കാർഗിൽ യുദ്ധസമയത്ത് ഇസ്രായേൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനെ ഏതൊരു അവസരത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും ഒരു ഫൈറ്റ് ഇറക്കാൻ, ഒന്ന് റീഫില്ല് ചെയ്യാൻ, ഇന്ധനം നിറയ്ക്കാൻ ഒരു സാഹചര്യം നിന്നാൽ പാകിസ്ഥാനെ അന്നില്ലാതാക്കാം എന്ന് പറഞ്ഞ് നിന്നിരുന്ന ഇസ്രായേലാണ്. അപ്പം ഇസ്രായേലും റഷ്യയും ഒക്കെ പറഞ്ഞാൽ അവർക്ക് വിഷയം വരുമ്പോൾ ആദ്യം അവരുടെ വിഷയം, അവരുടെ ഭാഗം അതൊക്കെയായിരിക്കും ഇന്ത്യയുടെ പരിഗണന. അങ്ങനെ നിന്നു കൊടുക്കത്തുള്ളൂ. ഇപ്പം നാളെ ഈ യുദ്ധം മൂർച്ഛിക്കുകയാണെങ്കിൽ ഇറാനാണോ ഇസ്രായേൽ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ രണ്ടുപേരും ഇന്ത്യയുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും നമ്മൾക്ക് ആദ്യം ഇസ്രായേലിനെ പരിഗണിക്കേണ്ടി വരും. അങ്ങനെ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകളുണ്ട്, അത്തരത്തിലുള്ള ആയുധ വ്യാപാരങ്ങളുണ്ട്, അത്തരത്തിലുള്ള ടെക്നോളജി കൈമാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗഹൃദമുണ്ട് ഇന്ത്യയും ഇസ്രായേലും എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഈ ഖത്തറിലുള്ള അമേരിക്കൻ പൗരന്മാർക്ക് ഷട്ടർ ഒരുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഖത്തറിനെ അടിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമോ? അല്ല, ഉറപ്പായിട്ടും ഈ ആക്രമണത്തിന്റെ പിറകിൽ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നത് ഒരുപക്ഷെ ഇറാൻ സാധ്യമാകത്തില്ല. ഇറാൻ അമേരിക്കയ്ക്ക് വരുത്താൻ പോകുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഇസ്രായേലിന് വരുത്താൻ പോകുന്ന തിരിച്ചടി, ഇസ്രായേലിലേക്ക് ആദ്യം തിരിച്ചടി ഉണ്ടാവും. ഏറ്റവും മാരകമായിട്ട് ഇറാൻ തിരിച്ചടിക്കാൻ ഉള്ള സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തും. രണ്ടാമത് അവരടിക്കാൻ പോകുന്നത് പറഞ്ഞാൽ GCC രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ വ്യോമത്താവളങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അല്ലെങ്കിൽ ലോകത്തിനും ഒക്കെ വിവരം കിട്ടിയതുകൊണ്ടാണ് ഇന്നലെ ഇസ്രായേൽ ഒഴിപ്പിക്കുകയായിരുന്നു. അതായത് പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ എല്ലാം നിന്നുള്ള, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ, ജർമ്മനി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് ഉള്ളിടത്തെല്ലാം ഇസ്രായേലിൽ നിന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇസ്രായേലിൽ നിന്ന് ഒഴിഞ്ഞു അല്ലെങ്കിൽ മാറിക്കോളാൻ പ്രധാന പൗരന്മാരെ പിൻവലിക്കുക, അവർ ഉടനെ തന്നെ അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞത് അടുത്ത ദിവസങ്ങൾ അവർക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ ഇറാനെ അടിക്കും, അല്ലെങ്കിൽ അടിച്ചിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ച് ഇന്ത്യൻ മണ്ണിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ അതാത് രാജ്യങ്ങളുടെ പൗരന്മാരെ അതാത് രാജ്യങ്ങളുടെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തിരിച്ചു വരുന്നതിനും വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകളും അത്തരത്തിൽ അവരെ തിരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി തയ്യാറായതുമൊക്കെ. ഏതായാലും ഈ യുദ്ധം ഈ ഒരു സ്ഫോടനത്തിലും, അല്ലെങ്കിൽ ഈ ഒരു ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ കരുതിയതാണ്, ഇതിന് ശേഷമാണ്. ഈ കരുതിയെന്ന് പറഞ്ഞാൽ ആ കരുതലിന് തിരിച്ചടി ഉണ്ടാവും. ഇത് ഒരു വ്യാപകമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം ഇറാന് തിരിച്ചടിച്ചേ മതി. അപ്പം ഇപ്പം ഖമേനി നമ്മൾ പലവട്ടം കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിന് മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം, 100ഓളം വിമാനങ്ങൾ ഏതാണ്ട് 2 മണിക്കൂർ, അന്ന് ബൈഡൻ പറഞ്ഞനുസരിച്ച് ലിമിറ്റഡ് യുദ്ധം നടത്തിയ സമയത്ത് ഖമേനി ഒളിവിൽ പോയതാണ്. അതിനുശേഷം ഖമേനിയുടെ അശരീരിയെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഖമേനി ഒരിക്കലും ഒരു വീഡിയോ അല്ലെങ്കിൽ കോൺഫറൻസിൽ പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വീഡിയോ വിഷൻ പോലും ലോകത്തെ അഭിസംബോധന ചെയ്ത് കണ്ടിട്ടുണ്ട്. ഖമേനി പറയുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. ഖമേനിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ ഖമേനിയുടെ താവളത്തിലേക്ക്, ഓഫീസിലേക്കൊക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. ഖമേനി എവിടെയാണെന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിവരം നൽകുന്നില്ല, യാതൊരു വിവരവുമില്ല. അതായത് ഖമേനിയുടെ കാര്യത്തിൽ യാതൊരു വിവരവുമില്ല. അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് പോലും വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഖമേനി ഇറാൻ വിട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഏത് രീതിയിൽ വിട്ടിരിക്കുന്നു ഇതൊരു വിവരവുമില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ താവളങ്ങൾ ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ തയ്യാറെടുപ്പിൽ തന്നെ ഉന്നമിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നേരത്തെയുള്ള വാർത്തകളും പരിശോധിക്കുമ്പോൾ നേരത്തെ അവിടെ നടന്ന യുദ്ധത്തിൽ ഖമേനിയെ റഡാറിൽ, അല്ലെങ്കിൽ അവരുടെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയോട് ചോദിച്ചു ഖമേനിയെ തട്ടട്ടെ എന്ന്. നേരെ അമേരിക്കയാണ് പറഞ്ഞത് ഇപ്പം വേണ്ട എന്നുള്ളത്. അവർക്ക് ഖമേനി എവിടെ ഒളിച്ചിരുന്നാലും ഒളിച്ചിരിക്കുന്ന താവളം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അദ്ദേഹത്തെ കണ്ടെത്താനും ഒക്കെ കഴിയുന്ന സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഖമേനി ബങ്കറിലാണ്, അവിടുത്തെ കുടുംബം ബങ്കറിലാണ്,
തയ്യാറെടുപ്പിലാണ്, ഏറ്റവും സുരക്ഷിതമായ മേഖലയിലാണെന്ന് ഖമേനിയും ഇറാനും ധരിക്കുമ്പോൾ അതത്ര സുരക്ഷിതമാണോ എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട്. അതായത് ഖമേനിയുടെ ഓഫീസും ഖമേനിയെ ലക്ഷ്യം വെച്ചിരിക്കുന്നു ഈ ആദ്യഘട്ട സ്ഫോടനത്തിൽ അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഖമേനിയുടെ കാര്യത്തിൽ യാതൊരു വിവരവും ഇല്ല എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.